നമ്മുടെ ഇന്നത്തെ അതിഥി പ്രത്യേകിച്ച് വലിയ പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത എല്ലാവർക്കും സംഗീതാസ്വാദകർക്കെല്ലാം ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് എ അനന്തപത്മനാഭൻ. കർണാടക, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതം എല്ലാം ഒരുപോലെ അതിപ്രഗത്ഭമായി വീണയിൽ വായിക്കുന്ന മഹാസംഗീതകാരൻ, ഞങ്ങളുടെ ആകാശവാണിക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പൻ ചേട്ടൻ അല്ലെങ്കിൽ പപ്പേട്ടൻ. നമസ്കാരം പപ്പൻ ചേട്ടൻ. ഭാരതീയ സംഗീതോപകരണങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ഉപകരണമാണ് വീണ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണയ്ക്ക് തന്നെ പല രൂപഭേദങ്ങളും ഉണ്ട്. രുദ്രവീണ, വിചിത്ര വീണ, പിന്നെ സരസ്വതി വീണ, ഗായത്രി വീണ, അങ്ങനെ ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താ? ഇത് ഹിന്ദു മിത്തോളജി ഉള്ള കാലം മുതലേ വീണയുണ്ട്. കാരണം സരസ്വതി ദേവി നമ്മൾ വീണ ഇല്ലാതെ സരസ്വതി ദേവിയെ കാണാൻ പറ്റില്ല. അപ്പോൾ സരസ്വതി ദേവി കയ്യിൽ വെച്ചിരിക്കുന്നതാണ് വീണ. വീണ, വേണു, മൃദംഗ എന്നാണ് ഇതിൽ തന്നെ പറയുന്നത്, വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വീണയാണ് സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക മാതൃക. വീണ ഉടൻ ഇൻസ്ട്രുമെൻ്റാണ്. ഇത് പ്ലാവാണ്, ജാക്ക് ഫ്രൂട്ട് ട്രീയാണ്. പ്ലാവിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. അതെ, ജാക്ക് വുഡാണ്. ഈ പ്ലാവിലാണ് വീണ ചെയ്യുന്നത്. ഇത് അകത്ത് കറങ്ങിയിട്ട് മുകളിൽ പലയിടും. പിന്നെ അത് അപ്പോഴാണ് ഈ സസ്റ്റെയിൻ കിട്ടുക. ഹോളോ ആണ് ഇത്, ഹോളോ ആണ്. അപ്പോൾ മറ്റ് പിച്ചള ബ്രാസാണ്. ബ്രാസ് ഫ്ലെക്സുമുണ്ട്, സ്റ്റീൽ ഫ്ലെക്സുമുണ്ട്. പിന്നെ ഈ ഫ്ലെക്സ് ഇല്ലാത്തതാണ് ഗോട്ടുവാദ്യം, ഈ ചിത്രവീണ എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സ് ഇല്ല, കമ്പി മാത്രമേ ഉണ്ടോ, അതിലും ഇത് വെച്ചിട്ട് വായിക്കും. അങ്ങനെ വായിക്കുന്നതാണ് ഗോട്ടുവാദ്യം, ചിത്രവീണ. അതാ ഈ വീണയാണ്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം വീണയാണ്. ഇതിൻ്റെ വേരിയസ് ഫോംസാണ്. പിന്നെ നാരദ വീണ, ചെറുതായിട്ട് നാരദനും സംഗീതത്തിൻ്റെ ആളായിരുന്നു. നാരദ വീണ, കച്ചബി എന്ന് പറയുന്നത്, കച്ചബി. അപ്പോൾ ഇത് വീണ ചെയ്യുന്ന ഇംഗ്ലീഷിൽ പെഗ് എന്ന് പറയും. ഇത് ബെരഡ എന്ന് പറയും, ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബെരഡ. ഇത് ദണ്ഡ്, ഇത് വ്യാളീമുഖം, വ്യാളിയാണ്, വ്യാളീമുഖം. ഇത് കുടം എന്ന് പറയും. ഇത് ചൊരക്കയായിരുന്നു ആദ്യകാലത്ത്, ചൊരക്കാന്ന് പറയാം. ഇത് മടിയിൽ വെക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. വീണയുമായിട്ട് ബന്ധമില്ല, നാദവുമായിട്ട് ബന്ധമില്ല. ഈ സരസ്വതി വീണയാണ് ശരിക്ക് എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്ന് പറയാം. അതിന് ചിത്രവീണ, വിചിത്രവീണ, രുദ്രവീണ എന്നുള്ള പേരിലൊക്കെ ഓരോന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇതിൻ്റെ വകഭേദമാണ് സിത്താർ, സരോഡ്, ഗിറ്റാർ ഒക്കെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിൽ പെടും. അപ്പം അതിൻ്റെയൊക്കെ ഫോർ ഫാദർ എന്ന് പറയുന്നത് വീണയാണ്. വീണ അതൊരു ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് സുഷിരവാദ്യമാണ്, കാറ്റ്. ഫ്ലൂട്ടിൻ്റെ വകഭേദങ്ങൾ നാഗസ്വരം, ക്ലാർനെറ്റ്, സാക്സഫോൺ, ബ്യൂഗിൾ, അങ്ങനെയുള്ള എല്ലാം അത്. പിന്നെ മൃദംഗം ആണ്, ഡ്രംസ്, പെർക്കഷൻ, താളം എന്നുള്ളതിന് മൃദംഗമാണ്. അതിൻ്റെ വകഭേദങ്ങളാണ് തബല, ഡ്രംസ്. ഇപ്പോൾ കാണുന്ന എല്ലാ ഈ റിതം ഇൻസ്ട്രുമെൻസും മൃദംഗത്തിൽ നിന്നാണ്. അങ്ങനെ വീണ, വേണു, മൃദംഗം. അതിലും വീണയ്ക്കാണ് ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. വീണ, വേണു, മൃദംഗം എന്നാ പറയുക. അപ്പോൾ ഈ വീണ എന്നുള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ വീണയെ മനുഷ്യ ശരീരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് 24 മെട്ടാണ്. ഈ 24 മെട്ടിട്ട് നമ്മൾ 24 കശേരുക്കളെ സൂചിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിൽ. ഇത് നമ്മുടെ മുഖമാണ്. ഈ ദണ്ഡെന്നുള്ളത് നമ്മുടെ ശരീരമാണ്. ഈ 7 കമ്പികളാണ്, അത് സപ്തനാഡികൾ. നമ്മുടെ ശരീരത്തിൽ സപ്തനാഡികൾ എന്ന് പറയുമല്ലോ. ആ 7 നെർവ്സ്, വെയിൻസ്, 7 വെയിൻസ്, അതാണ് ഈ താളം, 7 കമ്പികൾ. അപ്പം അതിന് ഗാത്രവീണ എന്ന് പറയും. ശരീരവുമായിട്ട്
വളരെ അടുത്ത ഇതുള്ളതാണ്. അതുപോലെ ഗായത്രിക്ക് 24 സിലബിൾസാണ് ഗായത്രി. ഇതിൽ 24 മെട്രിക്കുകളാണ്. അങ്ങനെ ഇതിന് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്രയും പുരാതനമായ ഒരു സംഗീതോപകരണമാണ് വീണ. അത് വായിക്കാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമാണ് പറയാറുണ്ട്. വീണ പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് അതിലേക്ക് വരുന്നവർ കുറവാണോ? ശരിക്കും കുറവെന്നല്ല, ഉണ്ട്. പക്ഷെ ആരും അതിനെ അത്ര ഇതായിട്ട് കാണുന്നില്ല. അതിനെ ഇതുപോലെ സാധകം ചെയ്ത് ഒക്കെ വന്നാലേ ഇതായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേജിൽ വായിച്ച ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ പറയുള്ള അധ്വാനം നല്ല അർപ്പണബോധവും സാധകം അതിനോട് ഒരു പ്രേമം വേണം, എന്നാലേ പറ്റുള്ളൂ. ഈ വീണ ഇത്ര മനോഹരമായിട്ട് വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശിക്ഷണം എന്തു മുതലാണ്? കുട്ടിക്കാലത്ത് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ആരംഭിച്ചിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ച് വൈകിട്ടാണ്. അതെ അതെ, ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് വീണ വായിച്ചു തുടങ്ങുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷനിലാണ് വീണയിൽ ഒരു പെട്ടെന്നൊരു താല്പര്യം തോന്നുകയും അത് പാഷനായിട്ട് മാറുകയും ചെയ്തു. അതുവരെ ഓഫ്കോഴ്സ് പാടിയിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടുമായിരുന്നു. പക്ഷേ വീണ വായിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് താല്പര്യം തോന്നാനുള്ള കാരണം അങ്ങനെ ഒരിക്കൽ എസ് ബാലചന്ദ്രൻ്റെ വീണ കച്ചേരി കേൾക്കാൻ ഇടയായി. SSLCക്ക് പഠിക്കുമ്പോൾ ആ കച്ചേരിയായിരുന്നു ഒരു പ്രചോദനം. പിന്നെ വീട്ടിൽ ഒരു മ്യൂസിക്കൽ ആംബിയൻസ് ഉണ്ടായിരുന്നു. അച്ഛൻ വീണ വായിക്കും, അനന്തകൃഷ്ണ അയ്യർ വീണ വായിക്കും. ചേച്ചി ഗോമതി ഇപ്പോൾ ട്രിവാൻഡ്രം ARലെ വീണ ആർട്ടിസ്റ്റ് ആയിരുന്നു, റിട്ടയർഡായി. അവർ വീണ വായിക്കും. അപ്പോൾ വീണയുടെ ഒരു ആംബിയൻസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീണയിൽ. അപ്പോൾ അച്ഛൻ്റെ അടുത്താണോ ആദ്യം പഠിച്ചു തുടങ്ങിയത്? ആദ്യം ബാലപാഠങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് തന്നെ പഠിച്ചത്. പിന്നെ സ്വയം സാധകം ചെയ്ത് എടുക്കുമായിരുന്നു. അതെ, ധാരാളം കച്ചേരികൾ കേട്ട് സ്വയം. അത് നമ്മൾ എന്താ പറയുക, ബുദ്ധിയിൽ റെക്കോർഡ് ചെയ്ത്, അന്ന് ടേപ്പ് റെക്കോർഡ് പോലും ഇല്ല, ബുദ്ധിയിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ പഠിച്ച. റേഡിയോയിൽ കേൾക്കുന്നതോ അല്ലെങ്കിൽ പുറത്ത് കച്ചേരികൾ കേട്ട് അങ്ങനെയൊക്കെ അല്ലേ? അതെ, എല്ലാ കച്ചേരിയും കേൾക്കുമായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടന്നിട്ടുള്ള എല്ലാ കച്ചേരികളും ഒന്നുമില്ലാതെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ അന്ന് കേട്ടിട്ടുള്ളതില്ല, പ്രശസ്തരായിട്ടുള്ള വീണാവാദകരുടെയൊക്കെ കച്ചേരികൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെ. അപ്പം അതിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് ആരുടെ ശൈലിയാണ്? ഓഫ്കോഴ്സ് എസ് ബാലചന്ദ്രൻ അദ്ദേഹം ആയിരുന്നു. പിന്നെ ചിറ്റുബാബു വായിച്ചിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ അംശങ്ങളായിരിക്കും. ഏതായാലും ബാലചന്ദ്രൻ ഹി വാസ് എ ജീനിയസ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഇതിൽ ഒരുപാട് ആകർഷണനായി. പിന്നെ ചിറ്റുബാബു വീണിട്ടുണ്ട്. R വെങ്കിട്ടരാമൻ വീണ വായിച്ചിരുന്നു. അദ്ദേഹത്തിന് വീണ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാവരുടെയും വീണ കേൾക്കും. അതിൽ നല്ല അംശങ്ങൾ എന്തുണ്ടോ അത് എടുത്ത് അങ്ങനെ സ്വാംശീകരിച്ച് നമ്മുടെ സ്വന്തം ശൈലിയായി മാറിയത്. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അത് ഉണ്ടായി വന്നു. അപ്പോൾ എസ് ബാലചന്ദ്രൻ്റെ ശൈലി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? പ്രത്യേകത എന്ന് വെച്ചാൽ ഗായക ശൈലി എന്ന് പറയും. പാടുന്നത് പോലെ ഹ്യൂമൻ ഇതിൽ വരുന്നത് പോലെ. ഇപ്പോൾ ഇന്ന് വായിക്കുന്നതും ഇന്ന് വായിക്കുന്ന വ്യത്യാസം. അപ്പം വലിച്ച് വായിക്കുമ്പോൾ ഭാവം കൂടുതലായിട്ട് വരികയുള്ളൂ. അപ്പം നമ്മൾ തൊണ്ടയിൽ വരുന്നത് പോലെ തന്നെ വീണയിൽ പാട്ടിലെങ്ങനെ വരുന്നു അതേപോലെ തന്നെ വീണയിൽ പറ്റും. വീണ വായിക്കുന്ന പോലെ വേണം പാടാൻ എന്നാണ് പറയാറുള്ളത്. അപ്പം അതാണ് ഈ ഗായകി ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പാട്ടിൻ്റെ അതേപോലെ അതായത് ഗമകങ്ങൾ കൂടുതലായിട്ടും ഒരു പെട്ടി തന്നെ 4-5 സ്വരങ്ങൾ അത് പെർഫെക്ഷനോടെ പ്രിസിഷനോടെ വരണം. ഇല്ലെങ്കിൽ ഭയങ്കര അരോചകമായിരിക്കും. അത് പെർഫെക്റ്റായിട്ട് വരുമ്പോൾ കേൾക്കാൻ വളരെ ഇമ്പമായിരിക്കും. അപ്പോൾ എത്ര സമയമൊക്കെ വായിക്കാറുണ്ടായിരുന്നു സാധകം ചെയ്യാൻ? അതൊക്കെ ഞാനൊരു 5-6 മണിക്കൂർ ഡെയിലി വായിക്കും. പ്രീ ഡിഗ്രി BSc, മാത്സ് BSc ആയിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി BSc ഒക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഡെയിലി ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒക്കെ വായിക്കും. അപ്പോൾ പിന്നീട് പഠനം ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? തിരുവനന്തപുരത്ത് മാർബിയാനസ് കോളേജിലും MG കോളേജിലും ആണ് പഠിച്ചത്.
ഡിഗ്രി ചെയ്തത് MG കോളേജിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ഒരു ഉദ്യോഗത്തിന് നോക്കാതെ ഫുൾ ടൈം വീണ ഒരു പാഷനായിട്ട് തിരഞ്ഞെടുക്കാനായിരുന്നോ ഉദ്ദേശിച്ചിരുന്നത്? അങ്ങനെ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. വീണ കച്ചേരി ചെയ്യണമെന്നും അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഞാൻ വീണ വായിച്ചു തുടങ്ങിയത്. വീണ എനിക്കിഷ്ടമായിരുന്നു. ഒരു ആത്മസന്തോഷത്തിന് വേണ്ടി ഞാൻ വീണ വായിച്ചു, അത്രയേ ഉള്ളൂ. ഇത് കച്ചേരി ചെയ്യണമെങ്കിൽ എൻ്റെ പ്രൊഫഷൻ വീണയാണ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് പിന്നെ പേടിയായി, എൻ്റെ അച്ഛന്. കാരണം അന്നൊക്കെ വീണ വായിക്കൂ എന്ന് പറയുമായിരുന്നു. പിന്നെ വായിച്ചു തുടങ്ങിയ ശേഷം നിർത്തുമെന്ന് കാരണം ഇവൻ പഠിത്തം ജോലി കിട്ടണമല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഒരു വരുമാന മാർഗമില്ലാതെ ആയി പോകുന്നൊരു പേടി അച്ഛനുണ്ടായിരുന്നു. പിന്നെ ആകാശവാണിയിലെ ജോലി കിട്ടുമ്പോഴാണ് അച്ഛനൊരു മനസ്സിന് സമാധാനം ഉണ്ടായത്. ഇനി അതിലേക്ക് വരാം നമുക്ക്. ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു. അതെ, സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട്. അതെങ്ങനെയാണ് ആ ജോലിയിലേക്ക് വന്നത്? അത് എൻ്റെ ചേച്ചി ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ 74 ഇങ്ങനെ തൃശ്ശൂർ ആകാശവാണി തുടങ്ങിയിട്ടുണ്ട്, അവിടെ ആർട്ടിസ്റ്റിനെ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. കാരണം അന്ന് ഓഡിഷനായിരുന്നു, അപ്പോൾ ഓഡിഷനിലായ ആർട്ടിസ്റ്റും അപ്ലൈ ചെയ്യാറ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത ഒരേ ഒരു ജോലി സ്റ്റാഫ് ആർട്ടിസ്റ്റ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞങ്ങൾ 3 പേരായിരുന്നു അന്ന് ഇൻ്റർവ്യൂ. അപ്പോൾ അന്ന് ഈമിനി ശങ്കരശാസ്ത്രി അങ്ങനെയായിരുന്നു ചീഫ് പ്രൊഡ്യൂസർ. അങ്ങനെ ഉണ്ടായിരുന്നു. EMJ വെണ്ണിയൂർ, സ്റ്റേഷൻ ഡയറക്ടർ ട്രിവാൻഡ്രം, അദ്ദേഹം. പിന്നെ CS കൃഷ്ണയ്യർ, LI കൃഷ്ണമൂർത്തി, അവരൊക്കെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കിട്ടിയപ്പോഴാണ് എനിക്കും ജീവൻ വീണ അന്ന്. അപ്പോൾ ഈ വീണ വായിച്ചത് വെറുതെ പോയില്ല. അപ്പോൾ ഇനി നമ്മുടെ തട്ടകം വീണയാണ്, പ്രൊഫഷൻ വീണയാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത് ആ ദിവസം. അതൊരു വഴിത്തിരിവായി എന്ന് പറയാല്ലേ തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ തന്നെ ആയിരുന്നു മുഴുവൻ? അതെ, 36 വർഷം 75 സെപ്റ്റംബർ 29 ജോയിൻ ചെയ്തു. അവിടെ നിന്ന് തന്നെ വിരമിച്ചു. അപ്പോൾ ആകാശവാണി ആ ഒരു ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാം? അത് എൻ്റെ ജീവിതത്തിലെ സുവർണ്ണകാലം എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിലെ സുവർണ്ണകാലവും ആകാശവാണിയിലെ സുവർണ്ണകാലവും ആയിരുന്നു, പ്രതാപകാലമായിരുന്നു. ഒരുപാട് കലാകാരന്മാരെ കാണാനും പരിചയപ്പെടാൻ കൊതിച്ചിരുന്നവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടം ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അന്ന് നെയ്യാറ്റിൻകര വാസുദേവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മാസം ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ അദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് പോയി. പത്മരാജൻ ഉണ്ടായിരുന്നു, അക്കിത്തം, S രമേശ് നായർ, അങ്ങനെയുള്ളവർക്ക് കവികളൊക്കെ, ഒരുപാട് പ്രതിഭകൾ അല്ലേ? അതെ, അവരുടെയൊക്കെ പാട്ടുകൾ എനിക്ക് ട്യൂൺ ചെയ്യാനും ഒക്കെ സാധിച്ചു. ആകാശവാണിയിൽ ഈ വീണ വായിക്കുക മാത്രമല്ല, ഒരുപാട് ലളിത സംഗീതങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിത്രീകരണങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ആകാശവാണിയിൽ എൻ്റെ വീണ ഇല്ലാതെ ഒരു ദിവസം പോയിട്ടില്ല. കാരണം രാവിലെ പ്രഭാതം തൊട്ട് മറ്റേ മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, പലതും വരെ അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവാർഡ് കിട്ടിയ ഒരു സായുജ്യം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സായുജ്യം എന്നുള്ളത് നമ്മുടെ CP രാജശേഖരൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. അത് മ്യൂസിക്കൽ ഇതാണ്, ശ്രുതിമാത ലയപ്പിത എന്നുള്ള ആ ഒരു അതിനെ വെച്ചിട്ട് ചെയ്ത ഒരു ഫീച്ചറായിരുന്നു. മ്യൂസിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ഇത്. അതിന് അന്ന് ബാലമുരളീകൃഷ്ണനായിരുന്നു അതിൻ്റെ ജൂറി പാനൽ ഹെഡ്. അപ്പോൾ അദ്ദേഹം പേഴ്സണലായിട്ട് കത്തയച്ചു, നന്നായിരുന്നു. അതൊരു വലിയ അംഗീകാരമായിട്ട് അതിന് നാഷണൽ അവാർഡ് കിട്ടി, ഫസ്റ്റ് കിട്ടി. 43 എൻട്രീസ് ഉണ്ടായിരുന്നു, 43 ഫസ്റ്റായിട്ട് കിട്ടിയതാണ് 1996. അതിൻ്റെ ഒരു വലിയൊരു ഘടകം തന്നെ പപ്പേട്ടൻ്റെ സംഗീതമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കിട്ടി. അതുപോലെ ലൈറ്റ് മ്യൂസിക്സും കുറേ അധികം കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. 76 മുതൽ ചെയ്തു. ആദ്യത്തെ പാട്ട് രമേശ് നായർ ആയിരുന്നു.
മുറുക്കി ചുമപ്പിച്ച ചുണ്ടുകൊണ്ട് ഒരു മുത്തണ്ട തത്തമ്മ ഇതിലെ പാട്ട്. വരികൾ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ പാട്ട്. ഇപ്പൊ വീണയിൽ ഇപ്പൊ പലതരം ബാണികളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മൈസൂർ ബാണി, തഞ്ചാവൂർ ബാണി, ഇങ്ങനെ. അതിൽ ഏത് ഇതാണ് പപ്പേട്ടൻ പിന്തുടരുന്നത്? നമ്മൾ കേരള ബാണി എന്ന് വേണമെങ്കിൽ പറയാം. KS നാരായണ സ്വാമി സാർ ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പത്മഭൂഷൺ KS നാരായണ സ്വാമി. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് എൻ്റെ ചേച്ചി ഗോമതി ചിദംബരം. അപ്പോൾ അത് നല്ല പാടുന്ന പോലെ ഗായകി പാടിയാണത്. അപ്പോൾ ആ ഒരു സ്റ്റൈല് അത് ഇങ്ങനെ ഇങ്ങനെ അതുപോലെ ശങ്കരാഭരണം എല്ലാവരും ഇത് തന്നെ ഇങ്ങനെ വായിക്കുന്ന പാടുന്നുണ്ട്, ഗമകമില്ലാതെ. അപ്പം അത് കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല. ഗമകം വരുമ്പോഴാണ് അതിന് ഒരു ഫ്ലോ വരുന്നതല്ലേ. അതുപോലെ ഈ വയലിനും വീണയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. ബൗഡ് ഇൻസ്ട്രുമെൻറ്റും വയലിൻ, വീണ പ്ലഗ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ആ ഒരു വയലിൻ നോട്ട്സ് പോലെ ഒരു കണ്ടിന്യൂറ്റി വീണയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? അതിപ്പോൾ പിക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സസ്റ്റെയിൻ കിട്ടും. ഭംഗിയായിട്ട് വളരെയധികം പരിശീലനം ആവശ്യമാണ് അല്ലേ? അതെ, ബുദ്ധിമുട്ട് അങ്ങനെ. അപ്പോൾ അത് പാടുന്ന പോലെ ഒരു ട്രക്കിൽ തന്നെ മാക്സിമം ഇത് കേൾപ്പിക്കാം. ഇപ്പോൾ ഇതൊക്കെ പാടുന്ന പോലെ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. ഈ ഫ്യൂഷൻ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്യൂഷന് വലിയൊരു പ്രചാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 70 മുതൽ തന്നെ പപ്പൻ ചേട്ടൻ ഫ്യൂഷനിലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? ആശയം എൻ്റെ ഗോൾ എന്തെന്ന് വെച്ചാൽ സംഗീതം, മ്യൂസിക് ഈസ് യൂണിവേഴ്സൽ. 12 സ്വരങ്ങളാണുള്ളത്. എല്ലാവർക്കും 12 സ്വരമേ ഉള്ളൂ. വെസ്റ്റേൺ മ്യൂസിക്കായാലും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കായാലും എല്ലാത്തിനും 12 സ്വരങ്ങളേ ഉള്ളൂ. ഈ 12 സ്വരങ്ങളിൽ നിന്നാണ് നമ്മൾ ലക്ഷക്കണക്കിന് പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്. മനസ്സിലായി? 7 കളറിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ പോലെ ഈ 12 സ്വരങ്ങളിൽ നിന്നാണ് സംഗീതം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ശങ്കരാഭരണം ഹിന്ദുസ്ഥാനിൽ ബിലാവ് എന്ന് പറയും. അത് തന്നെ വെസ്റ്റേൺ മ്യൂസിക്കിൽ മേജർ സ്കെയിൽ എന്ന് പറയും. എൻ്റെ സ്വരം ശങ്കരാഭരണ സ്വരങ്ങൾ. പക്ഷേ ഈ ശങ്കരാഭരണം ആവില്ല. ആവണമെങ്കിൽ ഈ വളവും തിരിവൊക്കെ വരുമ്പോഴേ ശങ്കരാഭരണമേ ഉള്ളൂ. ഇത് തന്നെയാണ് ബിലാവൽ എന്നുള്ള രാഗം. അത് കേട്ടാൽ ശങ്കരാഭരണം എന്ന് തോന്നിയില്ല. ബിലാവരണമായിട്ട് ഒരു ബന്ധവും ഇതൊന്നുമില്ല. പക്ഷേ സ്വരങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ സംഗീതം എന്നുള്ള സ്വരങ്ങൾക്കും അപ്പുറമുള്ള
ഒരു സംഗതിയാണ്. സംഗീതത്തിന് കാല ദേശ ഭാഷാഭേദം ഇല്ലാന്നല്ലേ? ഇല്ല, സ്വരവും ഇല്ല. സ്വരവും ഭേദം ഇല്ല. സ്വരത്തിനകത്തുള്ള ഭാവമാണ് കലാകാരൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഹിന്ദോളത്തിനും ഒക്കെ ഇതുപോലെ തത്തുല്യ മാൽക്കോൺസ്. ഇതിൽ അതിൻ്റെ ഗമകത്തിൻ്റെയും വായനാ ശൈലിയിലെയും വ്യത്യാസം. ഇപ്പം ഇത് ഈ ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങളാണ്. പക്ഷേ ശങ്കരാഭരണം പറയാൻ പറ്റില്ല. ശങ്കരാഭരണ സ്വരങ്ങളാണ്. അതാണ് സംഗീതത്തിൻ്റെ മാസ്മരികത. സമയപരിമിതി മൂലം ഈ അഭിമുഖത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീണാവിശേഷങ്ങളുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം.